ഇപ്പോഴെത്തുന്ന ഒരു പ്രധാന വാർത്ത BJP വിട്ട സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൈപിടിക്കുന്നു. സന്ദീപ് വാര്യർ എന്നതാണ്. ആളുകളെ വെച്ച് എന്റെ മുഖത്ത് കുത്തുന്നോ? എന്തൊരു നരിതന്ത്രം! ഇത് നരിതന്ത്രമല്ല മാർത്താണ്ഡ, രാജതന്ത്രമാണ്. ആശംസിക്കുക. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുക. സന്ദീപ് വാര്യരെ കൈ ഉറപ്പിച്ച് പിടിക്കണം. നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചില്ലെങ്കിലേ ചർച്ചയിലെ മാരക കോംബോ ആയിരുന്നു സന്ദീപ് വാര്യരും ജ്യോതികുമാർ ചാമക്കാലയും. ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന സന്ദീപിന് മേൽ ആരോപിക്കപ്പെട്ട പരാമർശം ഉയർന്ന കൗണ്ടർ പോയിന്റ് ചർച്ചയിലെ ഈ സമയത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും ശ്രീ ജോസഫ് ആഴക്കനൊക്കെ എന്ത് പറയാനുള്ളതാണ്? ഇവര് കോൺഗ്രസിന്റെ പടക്കുതിരകളാണ്. ചാനൽ ചർച്ചകളുടെ കാര്യം അറിയാമല്ലോ. ഇപ്പോൾ പല വിൻഡോകളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ ആളുകളാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ BJPക്ക് അകത്തോ ഇതൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിനക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? എന്നാൽ കോൺഗ്രസിലും ചില ഭിന്ന സ്വരങ്ങളുണ്ടോ എന്ന സൂചന നൽകുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ. സന്ദീപ് എല്ലാ കാലത്തും സ്നേഹത്തിന്റെ കടയ്ക്കൊപ്പം ഉണ്ടാകണമെന്ന് കെ മുരളീധരൻ പറയുന്നു. സന്ദീപ് എല്ലാ പാർട്ടികളും തേടി നടന്നു, അവസാനമാണ് കോൺഗ്രസിലെത്തിയതെന്നും കെ മുരളീധരൻ പറയുന്നു. എന്ത് ഇമേജാണ് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? പാർട്ടിയെ തന്നെ ചതിച്ചാളാ, വർഗവഞ്ചകൻ. ഇത്തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തോളാ, ഇതൊക്കെ രാഷ്ട്രീയമല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. കെ മുരളീധരന്റേത് വിമർശനമല്ലെന്ന് സന്ദീപ് വാര്യർ മനോരമ ന്യൂസിനോട്. മുരളീധരന്റെ വാക്കുകൾ പോസിറ്റീവായി കാണുന്നുവെന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും സന്ദീപ്. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞില്ലാണ്ടിരിക്കുമ്പോ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ച ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കം. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭ്യർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം.